ഇത് തിരുവമ്പാടി കുരിശുപള്ളി ജംഗ്ഷനിൽ ചേപ്പലങ്കോടേക്ക് പോകുന്ന റോഡിൻ്റെ ദയനീയാവസ്ഥയെപ്പറ്റി പ്രതിഷേധിക്കാൻ വേണ്ടി സംഘടിച്ച ആൾക്കാരാണ്. ഈ പ്രദേശത്തെ പരിസരവാസികളാണ്. ഏതാണ്ട് 150ഓളം വീട്ടുകാരെ നേരിട്ട് ബാധിക്കുന്ന ഒരു വിഷയമാണ്. ഈ വിഷയത്തിൽ പഞ്ചായത്ത് അധികൃതർ ജലജീവൻ പദ്ധതിക്ക് വേണ്ടി 1-2 വർഷം മുന്നേ റോഡ് വെട്ടിപ്പൊളിച്ച് ഇപ്പോൾ യാത്രായോഗ്യമല്ലാത്ത സ്ഥിതിയിലേക്ക് എത്തിയിരിക്കുകയാണ്. അത് ജനങ്ങളെ ബാധിച്ചിരിക്കുക, അവരുടെ ജീവിതത്തെ തന്നെ ബാധിച്ചിരിക്കുക. വാഹനങ്ങൾ കൊണ്ടുപോകാനോ നടക്കുവാനോ സാധിക്കാത്ത സാധാരണ ജനങ്ങളുടെ ജീവിതത്തെ ബാധിക്കുന്ന ഒരു വിഷയമായി വന്നുകൊണ്ട് ജനങ്ങൾ ഈ വിഷയം സ്വന്തം വിഷയമാറ്റി ഏറ്റെടുത്തിരിക്കുക. പഞ്ചായത്തിൻ്റെ ഭാഗത്തുനിന്ന് യാതൊരു നടപടി ഇതുവരെ ഉണ്ടായിട്ടില്ല. പല പ്രാവശ്യം ഞങ്ങൾ പഞ്ചായത്തിൽ ഈ ഇതുമായി ബന്ധപ്പെട്ട് അപേക്ഷ കൊടുക്കുകയും സെക്രട്ടറിയെ കാണുകയും പ്രസിഡന്റിനെയും വൈസ് പ്രസിഡന്റിനെയും മെമ്പർമാരെയൊക്കെ കണ്ട് ഇപ്പോൾ എല്ലാവരും ചെയ്യാൻ മഴ മാറട്ടെ നോക്കാമെന്നല്ലാണ്ട് പെട്ടെന്നൊന്നും ചെയ്യാൻ അവരുടെ ഭാഗത്ത് യാതൊരു നിർവാഹമില്ല എന്ന് അവർ പറയുന്നു. 2 വർഷമായിട്ട് ഈ നാട്ടിൽ ജനങ്ങൾ അനുഭവിക്കുന്ന ദുരിതത്തിന് ഉള്ള പ്രതിഷേധം മാത്രമാണ്. ഈ തിരുവമ്പാടി പഞ്ചായത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു റോഡാണിത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ ഒരു തോട്ടത്തും കടവിൽ നിന്ന് എന്തെങ്കിലും ഒരു റോഡ് തടസ്സമായി കഴിഞ്ഞാൽ ഒരു ബൈപ്പാസ് റോഡ് പോലെ ഉപയോഗിക്കുന്ന ഒരു റോഡാണിത്. അതേപോലെ ഇങ്ങോട്ട് കടന്നു കഴിഞ്ഞാൽ പുഴയുള്ള സ്ഥലമാണ്. അവിടെ ധാരാളം ആൾക്കാർ കുളിക്കാനും മറ്റുള്ള കാര്യങ്ങൾക്കൊക്കെ ആയിട്ട് പോകുന്ന ഒരു റോഡ്. അതേപോലെ തന്നെ ഈ റോഡാണെങ്കിൽ ഈ തിരുവമ്പാടി ചർച്ചിന് ചുറ്റും വരുന്ന ഒരു റോഡ് കൂടിയാണ്. ഞങ്ങൾ പലപ്പോഴും ഈ നിവേദനങ്ങൾ കൊടുത്തിട്ടും ഇതിന് ശാശ്വതമായ ഒരു പരിഹാരം ഇതേവരെ കണ്ടിട്ടില്ല. ഇന്നാട്ടെ ഫണ്ട് ഞങ്ങൾ ചോദിക്കും പറയും ഞങ്ങൾ ഫണ്ട് പാസ്സായിട്ടുണ്ടെന്നാണ് പറയുന്നത്. എവിടെ ഫണ്ട്? ഇതേവരെ ഞങ്ങൾക്കൊരു ഫണ്ടും കിട്ടിയിട്ടില്ല, ഇതിനൊരു തീരുമാനമായിട്ടില്ല. അതുകൊണ്ടാണ് ഞങ്ങൾ ഇത്ര ശക്തമായ പ്രക്ഷോഭത്തിലേക്ക് വരാനായിട്ടുള്ള കാരണം. ഇനിയിപ്പം ഞങ്ങൾ ഏതെല്ലാം രീതിയിൽ ഇതിനെതിരെ പ്രക്ഷോഭം സംഘടിപ്പിക്കാവോ അതിനെല്ലാം തയ്യാറായിട്ടാണ് ഞങ്ങളുടെ ഈ ചേപ്പലങ്കോട്ടുള്ള എല്ലാ നിവാസികളും തീരുമാനമെടുത്തിരിക്കുന്നത്. നാളെ ഇവിടെ കലാശക്കോട്ടൊക്കെ വരുമ്പോഴും ഞങ്ങളുടെ പ്രതിഷേധ മാർച്ചൊക്കെ ഉണ്ടാകുമെന്നുള്ളൊരു മുന്നറിയിപ്പ് തരാൻ ഈ സാഹചര്യം ഉപയോഗിക്കുകയാണ്. അതുപോലെ തന്നെ സ്ട്രീറ്റ് ലൈറ്റിൻ്റെ കാര്യവും ഞങ്ങൾ പറഞ്ഞിരുന്നു. ഇതിനോടൊപ്പം എപ്പോഴും പറയുന്നു ഇത് നന്നാക്കാൻ ആൾ വരും, നന്നാക്കാൻ. ഈ പൊളിഞ്ഞു കിടക്കുന്ന റോഡിൽ കൂടെ ഈ സഞ്ചാരി ഞാൻ പോലും പല പ്രാവശ്യം വീണ് പോയിട്ടുണ്ട്. കാരണം രാത്രിയിൽ പോരുമ്പം വഴി ഏതാ കുഴി ഏതാ ഒന്നും ഒരു വിവരവുമില്ല. എത്ര ആൾക്കാർ ഈ അടുത്ത ദിവസം തന്നെ ഒരു സ്ത്രീ ഇവിടെ ഈ റോഡിൽ വന്ന് അവിടെ കൈയും കാലും ഒക്കെ മുറിഞ്ഞ് 2 ആഴ്ചയോളം ഹോസ്പിറ്റലിൽ കിടന്നു. അതേപോലെ അതിന് മുമ്പും പലരും ഈ സ്കൂട്ടറിനൊക്കെ യാത്ര ചെയ്യുന്നവർ ഇതിൽ മറിഞ്ഞു കെട്ടി വീഴുന്നുണ്ട്. ഒരു സൈഡ് കൊടുക്കാൻ പോലും സ്ത്രീകളൊക്കെ ഇങ്ങനെ പള്ളിയിൽ പോകുമ്പോഴോ അല്ലെങ്കിൽ മറ്റുള്ള ആവശ്യങ്ങൾക്കൊക്കെ ആയിട്ട് ഇതിൽ ഒത്തിരി സ്ത്രീകൾ നടന്നു പോകുന്ന ഒരു സ്ഥലമാണ്. അപ്പോഴും ഒരു വഴി മാറി നടക്കാൻ പോലും സൗകര്യമില്ലാത്ത, പ്രത്യേകിച്ച് മഴക്കാലത്ത് ഇല്ലാത്ത ഒരവസ്ഥയിലേക്ക് ഈ റോഡ് മാറിപ്പോയി. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഇതിന് ശാശ്വതമായ ഒരു പരിഹാരം ഉണ്ടാകണമെന്ന് പഞ്ചായത്തിനോട് അപേക്ഷിക്കുന്നു.